പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുവാൻ, പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുവാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സഭ നമ്മളെ വ്യക്തമായിട്ട് ഈ മേഖല പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുക്കം ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുക്കം, ഒരുങ്ങിയ ഹൃദയം, ഒരുങ്ങിയ ജീവിതാവസ്ഥ അത്യാവശ്യമാണെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരുക്കമാണ് ഉപവാസ പ്രാർത്ഥന. ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക. നമുക്ക് സഭയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആദിമസഭയിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പിതാവായ ദൈവം സ്വർഗം തുറന്ന് അഗ്നിജ്വാലകൾ പോലെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുകയും ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നത് പരമപ്രധാനമാണ് എന്നത് പുതിയ നിയമഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരു വ്യക്തിയെ ഉദാഹരണമായിട്ട് എടുത്താൽ, സാവൂൾ പൗലോസായി മാറ്റപ്പെട്ടു. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സാവൂളിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ. സാവൂൾ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കും, കുതിരയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അന്നൊക്കെ സഞ്ചരിക്കുന്നത് കുതിരപ്പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തും അങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുക. അപ്പോൾ സാവൂളിനെ സംബന്ധിച്ച് കുതിരയായിക്കോട്ടെ, ഒട്ടകമായിക്കോട്ടെ, കഴുതി ആയിക്കോട്ടെ, എന്തായാലും സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മിന്നലുളി അവൻ്റെ കണ്ണിലേക്ക് പതിക്കുന്നു. അവൻ താഴെ വീഴുന്നു, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ സാവൂൾ യൂദാസ് എന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ കിടക്കുകയാണ്. അതായത് 3 ദിവസം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ സാവൂൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അവൻ ഒന്നും ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല. അതായത് ഭക്ഷണം കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. അപ്പോൾ ഭക്ഷണവും വെള്ളവും കുടിക്കാതെ ഇരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ, അവനൊരു യഹൂദനായിരുന്നു, നിയമപണ്ഡിതനായിരുന്നു, യഹൂദന്മാരുടെ പ്രാർത്ഥനകളൊക്കെ അറിയാവുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിവസക്കാലവും ഭക്ഷണവും പാനീയവും മാറ്റിവെച്ച് അവൻ പ്രാർത്ഥനയിലായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു 3 ദിവസം. അങ്ങനെ ആ ഉപവസിച്ചതിന് ശേഷമാണ് അവൻ ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടുന്നത്. ആ ഉപവാസത്തിൻ്റെ അവസരത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു എന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക്
19 തിരുവചനത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, ഉപവാസത്തിൻ്റെ അവസരത്തിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സാവൂളിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞയക്കുന്നത് അനനിയാസ് എന്ന ശിഷ്യനെയാണ്. അനനിയാസ് യൂദാസിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അനനിയാസിനോട് ദൈവം പറയുന്നുണ്ട്, അനനിയാസെ, സാവൂൾ എന്ന ചെറുപ്പക്കാരൻ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് യൂദാസിൻ്റെ ഭവനത്തിൽ കഴിയുന്നുണ്ട്. നീ എർജുവേദി എന്ന സ്ഥലത്ത് പോകണം, അവിടെ പോയി അന്വേഷിക്കണം. താർത്തോസുകാരനായ സാവൂൾ എന്ന ചെറുപ്പക്കാരൻ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് യൂദാസിൻ്റെ ഭവനത്തിൽ കിടപ്പുണ്ട്. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിന് വേണ്ടിയും അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയും നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ദൈവം അവനെ, ഈ അനനിയാസിനെ പറഞ്ഞയക്കുന്നു. അനനിയാസ് വന്ന് ഈ പറയപ്പെട്ട സാവൂളിൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടുന്നതും അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ എന്തോ പോലെ അടർന്നു വീണ് അവന് കണ്ണിന് കാഴ്ച ലഭിക്കുന്നതും, അതുപോലെ തന്നെ അവനെ സംബന്ധിച്ച് എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ച് സാവൂൾ പൗലോസായി മാറ്റപ്പെടുകയും ചെയ്തത് ഉപവസിച്ച് ഒരുങ്ങി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആ കൃപ ലഭിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ആത്മാവിനെ ലഭിച്ചത്. ഒരുങ്ങിയിരുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക്, നിരന്തരം ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്ത് നമുക്ക് നോക്കിയാൽ അങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റും. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ആ ഉപവസിച്ച് പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരുക്കം. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പൗലോസ് 3 ദിവസം ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനനിയാസിൻ്റെ കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് നിറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ ചൈതന്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.